വാട്ട് ടു ചൂസ് MD വേഴ്സസ് DNB, ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ MD ഓർ DNB ദർ ഇസ് നോ ഡിഫറൻസ്. നമ്മൾ പിന്നീട് പുറത്തിറങ്ങുമ്പോൾ ഒരു ജോബ് പ്രോസ്പെക്റ്റ് നോക്കുകയാണെങ്കിലും രണ്ടുപേരെയും രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വലൻ്റ് തന്നെയാണ്. എക്സ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് റേഡിയോളജി MD ആൻഡ് DNB ഈക്വലി ഗുഡ് ആണ്. നമ്മളൊരു നല്ല സെൻറ്ററിൽ DNB ചെയ്യുന്നത് എന്ന് പറയുന്നത് വിൽ ബി മച്ച് ബെറ്റർ ദാൻ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നുമില്ലാതെ MDക്ക് വേണ്ടി എവിടെയെങ്കിലും പോയിട്ട് ഒരു MD സീറ്റ് റേഡിയോളജി എടുക്കുന്നതിനേക്കാളും ഫാർ ഫാർ ബെറ്റർ ആയിരിക്കും. സോ എപ്പോഴും നമുക്ക് DNBനേക്കാളും MD എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഡിഫറൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, പ്രൊവൈഡഡ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു സീ നല്ലൊരു ഫെയർ എമൗണ്ട് ഓഫ് കേസ് ലോഡ് ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമുക്ക് എക്സ്പോഷർ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു കേസ് ലോഡ് ഉണ്ടാവണം. സോ കേസ് ലോഡും വേണം. ഇനി ആ കേസ് ലോഡിനൊപ്പം അതിലുള്ള എമൗണ്ട് ഓഫ് റെഫറൽസും എല്ലാ സ്പെഷ്യാലിറ്റീസിനും നല്ലതായിട്ടുണ്ടാണ്. മറ്റ് ഫാക്ടേഴ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മേ ബി യു ക്യാൻ പെർസ്യൂ ഇറ്റ്. പക്ഷേ യു വിൽ ഹാവ് ടു വർക്ക് അപ്പോൺ ദാറ്റ് ഡെഫിസിറ്റ് വൺസ് യു കം ആഫ്റ്റർ ദാറ്റ് റെസിഡൻസി. അതിന് ഓപ്ഷൻസ് ഉണ്ട്. സീനിയർ റെസിഡൻസി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാം. ആൻഡ് ഓൾസോ നെക്സ്റ്റ് തിങ് ഇസ് എന്തൊക്കെ മൊഡാലിറ്റീസ് ഉണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. എക്സ്റേസ് എടുക്കുന്നുണ്ട്. എക്സ്റേ ബേസ്ഡ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ബേരിമിനിമ, EVP എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ് അതെല്ലാം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ? മൂന്നാമത് CTs, MRI, അൾട്രാസൗണ്ട് ഇതെല്ലാം ഉണ്ട്. പ്രിഫറബിളി ഒരു DSA സ്യൂട്ട്, അതായത് ഇൻ്റർവെൻഷണൽ റേഡിയോളജിക്കുള്ള സാധ്യതയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം.